ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് തയ്യൽ എളുപ്പമാക്കുന്ന കുറച്ച് ടിപ്സുകളാണ്. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പേന വെച്ചിട്ട് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ബിഗിനേഴ്സിനൊക്കെ യൂസ്ഫുള്ളായിരിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. ടോപ്പുള്ള പേനയായിരിക്കണം. ആ പേന ഇതുപോലെ വെച്ചു. ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഒരു ടേപ്പ് വെച്ചിട്ട് രണ്ട് സൈഡിലും ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു സൈഡിൽ ഒട്ടിച്ചു. ഇനി അടുത്ത സൈഡിലും ഒട്ടിക്കാം. ഇതുപോലെ ഒട്ടിച്ചു. ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വീതി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമുക്ക് നേരെ സ്റ്റിച്ച് വരും. കണ്ടോ, ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെരിവൊന്നുമില്ലാണ്ട് സ്റ്റിച്ച് കിട്ടും. ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കാം. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഷോ ബട്ടനൊന്നും കയ്യിലില്ലെങ്കിൽ ഷർട്ടിൻ്റെ ബട്ടൺസ് വെച്ചിട്ട് നമുക്ക് ഷോ ബട്ടൺ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാം. കണ്ടോ, ഇതുപോലെ തന്നെ ടൈറ്റാക്കി പിടിക്കുക. നല്ല ടൈറ്റിൽ പിടിക്കുക. ടൈറ്റിൽ പിടിച്ച ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നൂല് ചുറ്റി കൊടുക്കുക. നൂല് ചുറ്റി കൊടുത്ത് ലാസ്റ്റ് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. ഇത് ഷോ ബട്ടനെക്കാട്ടും നല്ല ഫിനിഷിങ്ങും നല്ല ഭംഗിയുണ്ടാവും. ബട്ടൺസ് ചെറുതും വലുതും വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇത് കണ്ടോ, നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത ടിപ്സിലേക്ക് പോവാം. അപ്പം നമ്മുടെ കയ്യിൽ നമ്മൾ സൂചി വാങ്ങിക്കുമ്പോൾ കുറേ അധികം സൂചി ഒരുമിച്ച് വാങ്ങിച്ച് വെക്കും. എന്നിട്ട് കടലാസിലൊക്കെ കുത്തി വെച്ച് അതിൻ്റെ തുമ്പുഭാഗം തുരുമ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഹോമിയോ ഗുളിക ഇട്ട് വെക്കുന്ന ഒരു ചെറിയൊരു ബോട്ടിലാണ്. അതിൽ ഈ പിന്നൊക്കെ ഇട്ട് വെച്ചിട്ട് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുക. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സിൽവർ പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഇതുപോലെ പൗഡർ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലിട്ടിട്ടും പൗഡർ ഇട്ട് കൊടുക്കാം. പൗഡർ എന്തായാലും ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ സൂചിയൊന്നും തുരുമ്പ് പിടിക്കില്ല. അടുത്ത ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലുണ്ടാവും ബ്ലൗസിൻ്റെ ബാക്കിലൊക്കെ ഹാങ്ങിങ് വെക്കാനുള്ള ഇതുപോലുള്ള ഗോൾഡൻ്റെ ത്രെഡ്. അതുപയോഗിച്ച് നമുക്ക് സ്ലീവിൽ നെക്കിലൊക്കെ നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇത് സിംഗിളായിട്ടാണ് എടുക്കുന്നത്. ഡബിളായിട്ടും ട്രിപ്പിളായിട്ടും ഇങ്ങനെ വെച്ചിട്ട് ഇതാണ്ടോ ക്രോസാക്കി പിടിച്ചിട്ട് നമുക്കിതുപോലെ ചെറിയൊരു ഡിസൈൻ കൊടുക്കാം. പെട്ടെന്നൊക്കെ നമുക്ക് ബ്ലൗസിൽ ചെറിയൊരു ഡിസൈൻ കൊടുക്കണമെങ്കിൽ ഇത് നല്ലൊരു ഐഡിയ ആണ്. ഡബിളാക്കിയിട്ടും ട്രിപ്പിളാക്കിയിട്ടും ഇങ്ങനെ ത്രെഡ് വയ്ക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ മുത്തൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. കേട്ടോ, ഈസി ആയിട്ട് നമുക്കിതിങ്ങനെ ക്രോസാക്കി പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. കേട്ടോ, ഇവിടെ നോക്കുമ്പോൾ നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് പേള് വെച്ച് കൊടുത്ത് നല്ല ഭംഗിയാക്കി എടുക്കാം. സ്ലീവിലൊക്കെ ഇങ്ങനെയാക്കുമ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ പ്രത്യേക ഭംഗി ഉണ്ടാവും. ഈ ടിപ്സ് ഒന്ന് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം. അടുത്ത ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ തുണിയിൽ എങ്ങനെയാണ് ചെറുതായിട്ട് ഏറ്റവും ചെറിയ ഫ്ലീറ്റ് ഇടാൻ നോക്കാം. ഇത് മുന്നേ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാർക്കും മനസ്സിലായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതാ ചവിട്ടി ഇങ്ങനെ താഴ്ത്തി പിടിക്കുക. താഴ്ത്തി പിടിക്കുമ്പോൾ ഒരു ചെറിയൊരു ഹോള് കാണും. അപ്പോൾ അതിനുള്ളിൽ കൂടെ പിന്നിങ്ങനെ കയറ്റി വയ്ക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. നൂല് വലിക്കുകയും ഒന്നും വേണ്ട. ഇതുപോലെ ചെയ്ത് കൊടുത്താൽ ചെറിയ ഫ്ലീറ്റ് കിട്ടും നമുക്ക്. ഇത് കണ്ടോ, ഇത്രയും ചെറിയ ഫ്ലീറ്റ് കിട്ടും. നല്ല ഭംഗിയിൽ കിട്ടും. ഇനി നമുക്ക് അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്സ് കുറച്ചും കൂടി വലുപ്പത്തിൽ എങ്ങനെ ഈസി ആയിട്ട് ഫ്ലീറ്റ് ഇടാൻ നോക്കാം. അതിന് ത്രെഡ് കട്ടർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നമുക്ക് ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാം. സ്പീഡിൽ ഈസി ആയിട്ട് പട്ടുപാവാടയ്ക്കും ഫ്രോക്കിനൊക്കെ ഇതുപോലെ ഈസി ആയിട്ട് നമുക്കിങ്ങനെ ഒരേ വലുപ്പത്തിൽ ഫ്ലീറ്റ് ഇടാം. കണ്ടോ,
എളുപ്പമാണ്. പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇത്രയേ ഉള്ളൂ. ഉണ്ടോ, നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത ടിപ്സ് എന്താണെന്ന് വെച്ചാൽ വള്ളി നമുക്ക് അടിച്ചിട്ട് മറക്കേണ്ട ആവശ്യമില്ല. അതിന് മുന്നേ എങ്ങനെയാണ് വള്ളി സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടം വരെ നമ്മൾ അടിക്കുക. ഇത് പല വലുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഞാൻ കുറച്ച് വലുപ്പത്തിൽ എടുത്തുവെന്നേ ഉള്ളൂ. ഇവിടം വരെ സ്റ്റിച്ച് ചെയ്ത ശേഷം നിങ്ങളുടെ എടുത്തു. അത് കഴിഞ്ഞ് സാധാരണ വള്ളി മറിച്ചിടുന്ന പോലെ ആ തുടക്ക ഭാഗം ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വയ്ക്കുക. കണ്ടോ, ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ച് കുറച്ച് ഭാഗം കയറ്റി വയ്ക്കുക. നമ്മൾ സാധാ സ്റ്റിച്ച് എങ്ങനെയാണ് തുടങ്ങിയത് അവിടെ നിന്ന് തന്നെ വീണ്ടും സ്റ്റിച്ച് ചെയ്യുക. കറക്റ്റായിട്ട് പിടിച്ച് സ്റ്റിച്ച് ചെയ്യുക. ഇനി ഉള്ളിലേക്ക് കയറ്റി വെച്ച ഭാഗം കണ്ടോ, അതിങ്ങനെ പിടിച്ച് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് വലിക്കുക. അപ്പോൾ അതങ്ങോട്ട് പോരും. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ച് അതിങ്ങനെ വലിച്ചെടുക്കുക ഉള്ളിൽ നിന്ന്. കണ്ടോ, അതിങ്ങനെ കിട്ടും. അതിങ്ങനെ വലിക്കുക, ഈസി ആയിട്ട് കിട്ടും. ബാക്കി ഭാഗം ഒരുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് വള്ളി മറിച്ചിടേണ്ട ആവശ്യമില്ല. ഇതാ കണ്ടോ, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കതിൻ്റെ ഈ സൈഡൊക്കെ പിന്നി വെച്ച് ഇങ്ങനെ കുത്തി കൊടുത്താൽ നല്ല ഫിനിഷിങ് കിട്ടും. രണ്ട് മൂലകളും ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നമുക്ക് അടുത്ത ടിപ്സിലേക്ക് പോവാം. അപ്പോൾ ബ്ലൗസിൻ്റെ ബാക്ക് നെക്ക് യു ഷേപ്പും റൗണ്ട് നെക്കും ചെയ്യുമ്പോൾ എന്ത് വ്യത്യാസമാണ് വരുന്നതെന്ന് നോക്കാം. 2.25 ഇഞ്ച് നെക്ക് വിഡ്ത്ത്, 9 ഇഞ്ച് നെക്കിൻ്റെ ഇറക്കം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഞാനതൊരു ബോക്സ് ആക്കിയിട്ട് വരയ്ക്കുക. ബോക്സ് ആക്കിയിട്ട് വരച്ച് കൊടുത്തിട്ട് നമ്മൾ യു നെക്കാണ് വരയ്ക്കുന്നത്. ഒരു അര ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു. കോർണറിൽ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. മുകളിൽ നിന്ന് ഒരു 5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. ഈ പോയിന്റിൽ കൂടെയൊക്കെ ഒരു ഷേപ്പിൽ വരച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് യു നെക്കായിരിക്കില്ല ഇത് വരച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. കാരണം ഇത് ചാർട്ട് പേപ്പറാണ്. നമുക്ക് ശരിക്ക് ക്ലോത്തിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് കഴിയുമ്പോഴാണ് കറക്റ്റ് യു നെക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഇങ്ങനൊരു ഷേപ്പാണ് കിട്ടുക. അപ്പോൾ യു നെക്ക് വേണമെങ്കിൽ ഈ ഒരു ഷേപ്പിൽ നിങ്ങൾ കട്ട് ചെയ്യുക. ഇത് കണ്ടോ, ഈ ഒരു ഷേപ്പ് കിട്ടും. 1/4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്യും. അത് കഴിഞ്ഞ് ഹെമ്മിങ് ചെയ്യും. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയിൽ കിട്ടും. കണ്ടോ, രണ്ട് സൈഡിൽ വലിച്ചിലുണ്ടാവും. അപ്പോൾ അങ്ങനെ അകന്നു പോകുമ്പോൾ കറക്റ്റ് യു നെക്ക് കിട്ടും. നമുക്ക് റൗണ്ട് നെക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതും ഇതുപോലെ തന്നെ 2.25 ഇഞ്ച് വീതിയിൽ 9 ഇഞ്ച് നെക്കിൻ്റെ നീളം. ഈ കോർണറിൽ നിന്ന് ഞാൻ 1 ഇഞ്ച് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഇതുപോലൊരു ഷേപ്പ് വരച്ചു കൊടുത്തു. നല്ല ഭംഗിയിൽ ഇങ്ങനെ വരച്ചു കൊടുത്തു. നമുക്ക് കുറച്ചും കൂടി ഒരു റൗണ്ട് ഷേപ്പ് വേണമെങ്കിൽ ഇങ്ങനൊരു ഷേപ്പ് വരച്ചു കൊടുക്കണം. കുറച്ചും കൂടി നല്ല റൗണ്ടിൽ വേണമെങ്കിൽ ഇതുപോലൊരു ഷേപ്പ് വരച്ചു കൊടുക്കാം. നമുക്ക് ആദ്യം വരച്ച ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് അത് യു നെക്ക് പോലെ ഇരിക്കും. കണ്ടോ, പക്ഷെ നമ്മൾ അടിച്ച് ഹെമ്മിങ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴാണ് കറക്റ്റ് നെക്ക് കിട്ടുള്ളൂ. ഡീപ്പ് നെക്ക് ആണെങ്കിൽ നല്ല റൗണ്ട് നെക്കിനെ ഇങ്ങനെ കട്ട് ചെയ്യുക. കണ്ടോ, അപ്പോൾ നമുക്ക് നല്ല റൗണ്ട് നെക്ക് ഇതുപോലെ കിട്ടും. ഈ അടുത്ത ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഈ നൂല് മാറ്റുക. വേറെ കളർ ഇടുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് പവർ മെഷീനിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എല്ലാ മെഷീനിലും നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാം. കണ്ടോ, ഈ ഹോളിൽ കൂടെയൊക്കെ കയറ്റിയിട്ട് വേണം നമുക്ക് ഒരു നൂല് മാറ്റാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിവിടെ വെച്ചിട്ട് നൂല് കട്ട് ചെയ്തു. അപ്പോൾ അത് കട്ട് ചെയ്ത് അപ്പോൾ ഇത് വേറെ നൂല് നമുക്ക്
ഇപ്പോൾ ഞാൻ ബ്ലാക്ക് നൂലാണ് ഇതുമായി ജോയിൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈ ഹോളിന് മുന്നിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഈ മഞ്ഞ നൂലിൽ ഈ ബ്ലാക്ക് നൂല് കെട്ടി വയ്ക്കുക. ഒരു 2 കെട്ടൊക്കെ മതി. ഞാൻ 2 കെട്ടിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബാക്കി എക്സ്ട്രാ വരുന്ന ആ തയ്യൽ തുപ്പ് കുറച്ച് നിർത്തി ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചുകൂടി കട്ട് ചെയ്യാം. അധികമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം. കുറച്ചും കൂടി ഞാനിവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അത്ര നിർത്തിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അവിടെ ഇടാം. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് സൂചിയുടെ ഹോളിൽ കൂടെ വലിക്കരുത്. അതിന് മുകളിലുള്ള ഹോളിൽ കൂടെ ഇങ്ങനെ വലിക്കുക. സൂചിയുടെ ഹോളിൽ കൂടെ വലിച്ചാൽ ചിലപ്പോൾ അതിൻ്റെ പൊസിഷൻ മാറും. കണ്ടോ, വേറെ കളറ് നൂല് നമുക്ക് വന്നു. മഞ്ഞ നൂല് മാറി, ബ്ലാക്ക് നൂലായിട്ട് മാറി. ഈസി ആയിട്ട് നമുക്ക് നൂല് മാറി. സാധാ മെഷീനിലും പവർ മെഷീനിലും ഇതുപോലെ ചെയ്യാം. ഇനി ഞാനിവിടെ ഡബിൾ ടാപ്പ് ടേപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വലിയൊരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് ഇവിടെ ഈ സൈഡിൽ ഞാനിവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. മുകൾ ഭാഗത്തെ ആ സ്റ്റിക്കർ പറിച്ച് കളഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ കത്രിക, ഏത് സമയം നമ്മുടെ കത്രിക താഴെ വീണിട്ട് അതിൻ്റെ പോയിൻ്റൊക്കെ പോവും. കണ്ടോ, അതുകൊണ്ട് ഇതാ കത്രിക ഇതുപോലെ നിങ്ങൾ എവിടെയാണോ കത്രിക വെക്കുന്നത് അവിടെ ഈ ടൈപ്പ് ഒട്ടിച്ച് അതിൻ്റെ മീതെ വെക്കുക. നമുക്ക് ഈസി ആയിട്ട് എടുക്കാനും പറ്റും, താഴെ വീഴില്ല. അപ്പോൾ ഈ മെത്തേഡ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്സ്, ഡബിൾ ടാപ്പ് ടൈപ്പ് ഞാനിവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. മെഷീൻ്റെ ഈ ഭാഗത്ത് ഇവിടെ പിന്നുകളൊക്കെ ഇങ്ങനെ കുത്തി കൊടുക്കുക. തുന്നണതായാലും ഇവിടെ ഇങ്ങനെ കുത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.